അതെന്തിനാണ്? സന്ധ്യയാണ്, ധ്യാനനിരതനായിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിന് ഡിസ്റ്റർബ് വേണ്ട. എന്നിട്ട് പാഞ്ചാലിയുടെ ചെരുപ്പ് മേടിച്ചു. ആര്? കൃഷ്ണൻ. കാരണം അന്നേ ഉണ്ടായിരിക്കാം പുറത്ത് ചെരുപ്പ് വെച്ചാൽ പോകുന്ന കാര്യം. എനിക്കതാ തോന്നിയിട്ടുള്ളത്. അന്നും ഉണ്ടായിരിക്കും ഈ ചെരുപ്പടിച്ചു പോകുന്ന ആൾക്കാർ. അതുകൊണ്ട് ഭഗവാൻ തന്നെ നേരിട്ട് ചെരുപ്പ് മേടിച്ചു വെച്ചു. ഇനി അതാരും അടിച്ചു കൊണ്ടോണ. ഏതായാലും അങ്ങനെ നേരെ ചെന്നു ഭീഷ്മ പിതാമഹൻ്റെ അടുത്ത്. ഭഗവാൻ ഭീഷ്മ പിതാമഹൻ്റെ പുറകിൽ നിന്നു. പാഞ്ചാലിയോട് ഒന്ന് നമസ്കരിച്ചോളൂ. പാഞ്ചാലി നമസ്കരിച്ചു. 5 ഭർത്താക്കന്മാരെ കൊല്ലാൻ പോകുന്ന പിതാമഹൻ്റെ കാൽക്കൽ തൊട്ടതും കണ്ണിൽ നിന്ന് കണ്ണുനീര് ധാരധാരിയിട്ട് വീണു. തൻ്റെ കാൽക്കൽ നമസ്കരിച്ചിരിക്കുന്ന സ്ത്രീ ഭീഷ്മർക്കറിയാം ആരാന്നുള്ളത്. പക്ഷേ എന്തോ പ്രകൃതിയുടെ നിയോഗമായിരിക്കാം, ഈശ്വര നിയോഗമായിരിക്കാം. ശിരസിൽ കൈവച്ചുകൊണ്ട് പറഞ്ഞു, ദീർഘസുമംഗലി ഭവ. നാവിൽ നിന്ന് വന്ന വാക്കുകൾ ദീർഘസുമംഗലി ഭവത്തുണ്ടാവട്ടെ എന്നാണ്. അപ്പോഴേക്കും പാഞ്ചാലി പൊട്ടിക്കരഞ്ഞു പോയി. അപ്പം ഭീഷ്മർ വിചാരിച്ചു, എന്താ ഇപ്പം നല്ല വരം കൊടുത്താലും കരയുന്ന പെണ്ണുങ്ങളുണ്ടാവുമോ? ശരിയാണ്, മൂക്കറ്റം കള്ളു കുടിച്ചിട്ട് പിടയ്ക്കുന്ന ഒരു ഭർത്താവിൻ്റെ ഭാര്യയ്ക്ക്, അല്ലെങ്കിൽ ആ ഭാര്യയോട് പറയും ദീർഘസുമംഗലി ഭവ എന്ന് പറഞ്ഞാൽ ഇതിന് വലിയ പാപം വേറെ ഇല്ല എന്ന് പറയുന്നവരുണ്ടായിരിക്കാം. ഏതായാലും ഭീഷ്മർക്ക് മനസ്സിലായി ഈ കരച്ചിലിൻ്റെ പിന്നിൽ ഒരു കുറ്റബോധമുണ്ട് എന്ന്. പാഞ്ചാലിയുടെ മുഖത്തേക്ക് നോക്കി. പാഞ്ചാലി കരയുന്നതിന് കാരണം, ഞാൻ കാരണം ഇതുവരെ പ്രതിജ്ഞ ലംഘിക്കാത്തൊരു മഹാന്റെ പ്രതിജ്ഞ ലംഘിക്കപ്പെട്ടിരിക്കുന്നു. ഒരു സ്ത്രീക്ക് വേണ്ടിയിട്ട് പിതാമഹൻ പ്രതിജ്ഞ ലംഘിക്കപ്പെട്ടിരിക്കുന്നു. സ്വന്തം അമ്മ പറഞ്ഞിട്ട് പോലും പുത്രോത്പാദനം ചെയ്യൂ പുത്ര എന്ന് പറഞ്ഞിട്ട് പോലും പ്രതിജ്ഞ ലംഘിക്കാത്ത ഭീഷ്മ പിതാമഹൻ എനിക്ക് വേണ്ടി പ്രതിജ്ഞ ലംഘിക്കപ്പെട്ടിരിക്കുന്നു. ഒരു നിമിഷം ഭീഷ്മർക്ക് മനസ്സിലായി, ഇത് ഈശ്വര പ്രേരണയാൽ സംഭവിച്ചതാണെന്ന്. ഇത് പാഞ്ചാലിയുടെ ബുദ്ധിയിൽ നിന്ന് വന്നതല്ല ഈ കാൽക്കൽ വീഴേണ്ട കാര്യം. ഇതാരോ പാഞ്ചാലിക്ക് ട്യൂഷൻ എടുത്ത് കൊടുത്തിട്ടുണ്ട്. ആരാണ് പാഞ്ചാലിക്ക് ഇത്ര പെട്ടെന്ന് ട്യൂഷൻ എടുത്തത്? പെട്ടെന്ന് നോക്കി, ആരാ തൻ്റെ പുറകിലൊരു നിഴലുണ്ടല്ലോ. പാവം ചെരുപ്പ് പിടിച്ച് നിൽക്കണു. പാവം കൃഷ്ണൻ. കണ്ടതും വിഷമം തോന്നി അവസ്ഥയെ. പുഞ്ചിരിച്ചു കൈകൂപ്പിക്കൊണ്ട്. ഭഗവാനും പുഞ്ചിരിച്ചു. പാഞ്ചാലി, ഇനി നമുക്ക് പോവാന്ന്. വർത്തമാനമൊന്നും പറഞ്ഞില്ലേ കൃഷ്ണൻ. ഉടനെ ഭീഷ്മ പിതാമഹൻ കൃഷ്ണനെ നോക്കിക്കൊണ്ട് മനസ്സിൽ പ്രതിജ്ഞ ചെയ്തു, അങ്ങനെ കള്ളനാവണ്ട കൃഷ്ണ. അങ്ങും ജ്യേഷ്ഠൻ്റെ മുന്നിൽ ഒരു പ്രതിജ്ഞ ചെയ്തിട്ടുണ്ടല്ലോ. ജ്യേഷ്ഠനോട് പ്രതിജ്ഞ ചെയ്തിട്ടുണ്ട് കൃഷ്ണൻ. ജ്യേഷ്ഠ, ഞാൻ ഒരിക്കലും ആയുധെടുക്കില്ല. ജ്യേഷ്ഠൻ ബലരാമസ്വാമി പറഞ്ഞു, കൃഷ്ണ, നമ്മൾ ബന്ധുക്കളാണ്, അപ്പോഴും ഇപ്പോഴും ബന്ധുക്കളാണ്. ദുര്യോധനൻ്റെ പുത്രിയാണ്, ലക്ഷ്മണയാണ് ആര് കല്യാണം കഴിച്ചിരിക്കുന്നത്? ശ്രീകൃഷ്ണ ഭഗവാന്റെ പുത്രൻ, ജാമ്പവതിയിലുള്ള പുത്രൻ സാമ്പൻ കല്യാണം കഴിച്ചിരിക്കുന്നത് ദുര്യോധനൻ്റെ പുത്രിയാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും ബന്ധുക്കളാണ്. അപ്പം ബന്ധുക്കളെ നമ്മൾ കൊല്ലുന്നത് ശരിയല്ല കൃഷ്ണ എന്ന് ബലരാമസ്വാമി പറഞ്ഞപ്പോൾ ജ്യേഷ്ഠൻ്റെ മുന്നിൽ സത്യപ്രതിജ്ഞ ചെയ്തു, ജ്യേഷ്ഠ, ഞാൻ ആയുധെടുക്കില്ല. അർജുനൻ്റെ സാരഥ്യം വഹിക്കും, അത് ഞാൻ ഏറ്റുപോയ കാര്യമാണ്. ആയുധെടുക്കില്ല. ഇവിടെ ഭീഷ്മ പിതാമഹൻ ആ പ്രതിജ്ഞ ഓർത്തുകൊണ്ട് പറഞ്ഞു, കൃഷ്ണ, എൻ്റെ പ്രതിജ്ഞ നീ ലംഘിച്ചതുപോലെ നിൻ്റെ പ്രതിജ്ഞ നീയും ലംഘിക്കാൻ ഞാനിത് പ്രതിജ്ഞ ചെയ്യുന്നു. നിന്നെ കൊണ്ട് ഞാൻ ആയുധമെടുപ്പിച്ചിരിക്കുന്നു. ഭഗവാൻ ഒന്ന് തിരിഞ്ഞു നോക്കി, ഏറ്റു, കാര്യം മനസ്സിൽ വെച്ചു. അങ്ങനെ യുദ്ധത്തിൻ്റെ 9ാമത്തെ ദിവസം അർജുനൻ്റെ തേര് തകർത്ത് തരിപ്പണമാക്കി ഭീഷ്മാചാര്യർ. നിറയെ ശരങ്ങളെ കൊണ്ട് അർജുനെ പൊതിഞ്ഞു കളഞ്ഞു. കൃഷ്ണൻ്റെ മാർച്ചട്ടകളൊക്കെ പൊളിച്ചു കഴിഞ്ഞു. ഇനി അർജുനന് രക്ഷയില്ല എന്ന് കണ്ടപ്പോൾ ഭഗവാന് അർജുനനെ രക്ഷിക്കാൻ ഒരൊറ്റ വഴിയുള്ളൂ, ഞാൻ തന്നെ ഇറങ്ങണം. ആ ഒരു സന്ദർഭം വന്നതും ഭഗവാന്റെ മുഖമൊക്കെ ഇങ്ങോട്ട് മാറി ഒരു സൂര്യനെ പോലെ തേജോമയമാക്കിക്കൊണ്ട് ഭഗവാൻ ഒരു ദേഷ്യഭാവമൊക്കെ അങ്ങോട്ട് കാണിച്ചുകൊണ്ട് കടിഞ്ഞാടൊക്കെ ഒരൊറ്റ ഏറ് കൊടുത്തുകൊണ്ട് അങ്ങോട്ട് താഴോട്ട് ഇറങ്ങുകയാണ് രഥത്തിൽ നിന്ന്. പിന്നീട് ഭഗവാൻ തൻ്റെ സുദർശന ചക്രത്തെ സ്മരിച്ചു എന്നും ആ സുദർശന ചക്രത്തെ എറിയാൻ വേണ്ടി ഓടുകയാണ് ഭീഷ്മരുടെ അടുത്തേക്ക്. ആ ഓടുന്ന മാത്രയിൽ പറയണോ ഭഗവാന്റെ ധൃതചരണോഭ്യാചലൽ കുൽ ഹരിരിവ ഹന്തുമിമം ഗതോത്തരീയ. ഒരു വശത്ത് ഉത്തരീയമത പറന്നു പോകുന്നു, മറുവശത്ത് തൻ്റെ നേരെ ഓടിയെടുക്കുന്ന ചക്രവാണിയായിരിക്കുന്ന ഭഗവാൻ.
അത് കണ്ടതും ഭീഷ്മ പിതാമഹൻ അമ്പും വില്ലും താഴെ വെച്ചു. ഭഗവാനെ, അവിടുത്തെ കൈകൊണ്ട് ഭരിക്കാൻ സാധിച്ചാൽ ഇതിലും വലിയ സുഹൃതം എനിക്ക് വേറെയില്ല. കൈകൂപ്പിക്കൊണ്ട് ശിരസ് കാണിച്ചു കൊടുത്തു ചക്രത്തിൻ്റെ നേരെ. എന്നിട്ട് ആ കണ്ണിലേക്ക് നോക്കിയപ്പോൾ ഭഗവാന് മനസ്സിലായി, എൻ്റെ പ്രതിജ്ഞ ഈ ആശാൻ ലംഘിപ്പിച്ച് കളഞ്ഞു വന്നു. ആ ഒരു സന്ദർഭമാണ് വന്നിരിക്കുന്നതെന്ന് ഭഗവാന് മനസ്സിലായപ്പോൾ ഭഗവാൻ പുഞ്ചിരിച്ചുകൊണ്ട് ചക്രത്തെ ഉപസംഹരിപ്പിച്ച് അവിടുന്ന് അനുഗ്രഹിച്ചു. ഇങ്ങനെ തൻ്റെ പ്രതിജ്ഞ ലംഘിപ്പിച്ചുകൊണ്ട്, സ്വയം ലംഘിപ്പിച്ചുകൊണ്ട് ഒരു ഭക്തനോട് കാണിച്ച കാരുണ്യം, ഭഗവാനെ, വാസ്തവത്തിൽ അന്ന് എൻ്റെ നേരെ ചീറിയെടുക്കുന്ന ആ രൂപം എൻ്റെ മനസ്സിൽ നിന്നൊരിക്കലും വിട്ടുപോകുന്നില്ല. ഭഗവാനെ, വിജയരഥ കുടുംബ ആത്തതോത്രേ ധൃതയഹയരശ്മിനി തൽശ്രേക്ഷണീയേ ഭഗവതിരസ്തുമേ മുമുക്ഷോ യമിക നിരീക്ഷ ഗതാസ്വരൂപം. ഭഗവാനെ, അർജുനൻ്റെ സാരഥ്യമേറ്റുകൊണ്ട് കടിഞ്ഞാൺ പിടിച്ചുകൊണ്ട് യുദ്ധക്കളത്തിലേക്ക് വരുന്ന അങ്ങയുടെ രൂപം എന്നും എന്നും എൻ്റെ മനസ്സിൽ തെളിഞ്ഞു കാണുന്ന ഭഗവാനെ. ഭഗവാന്റെ ഈ രൂപത്തിന് ഭഗവാൻ തന്നെ ഒരു വ്യാഖ്യാനം വെച്ചിട്ടുണ്ട്, കേട്ടിട്ടുണ്ടാവും നിങ്ങൾ അല്ലേ? ഭഗവാൻ അർജുനൻ്റെ സാരഥിയായിട്ട് യുദ്ധക്കളത്തിലേക്ക് വരുന്ന ആ ഒരു പാർത്ഥസാരഥി രൂപമുണ്ടല്ലോ, അതിന് ഭഗവാൻ തന്നെ ഒരു വ്യാഖ്യാനം പറയുന്നുണ്ട്. എന്താണത്? ഇന്ദ്രിയാണി പരാണ്യാഹു ഇന്ദ്രിയേഭ്യ പരം മന മനസസ്തു പരാ ബുദ്ധി ബുദ്ധേ പരസസ്തു സ. എന്താണത്രേ ഭഗവാൻ ഉപയോഗിച്ച രഥം എന്ന് പറയുന്നത്? നമ്മുടെ ഓരോരുത്തരുടെയും ശരീരത്തെ തന്നെയാണ്. ആ കുതിരകൾ എന്ന് പറയുന്നത് ഇന്ദ്രിയങ്ങളാണ്. കടിഞ്ഞാൺ എന്ന് പറയുന്നത് മനസ്സാണ്. അത് പിടിച്ചിരിക്കുന്ന ഭഗവാൻ എന്ന് പറയുന്നത് ബുദ്ധിയുടെ രൂപത്തിൽ ഭഗവാൻ പിടിച്ചിരിക്കുന്നു. ആരുടെ രഥമാണ്? ഞാനെന്ന അഹന്തയുടെ. ആ അഹന്തയാണ്, ഈഗോ എന്ന് പറയുന്ന ആളാണ് അർജുനൻ എന്ന് പറയുന്നത്. ഇതൊക്കെ ഓടുന്നതിന് കാരണം, ഇതിനൊക്കെ അപ്പുറത്ത് സഹ ആരുണ്ട്? സ എന്നുള്ള ശബ്ദം കൊണ്ട് അർത്ഥമാക്കുന്നത് ഉള്ളിൽ നിറഞ്ഞിരിക്കുന്നൊരു ചൈതന്യമുണ്ട്. അങ്ങനെ പുറകോട്ട് വരുമ്പം ഉള്ളിലിരിക്കുന്ന ഭഗവാനെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. വളരെ ലളിതമായ ഭാഷയിൽ ഹരിനാമകീർത്തനത്തിൽ പറയുന്നു, അർക്കന്നലാതി വെളിവൊക്കെ ഗ്രഹിക്കുമൊരു കണ്ണിന്നു കണ്ണ് കണ്ണിന്നു കണ്ണുമനമാകുന്ന കണ്ണതിനു കണ്ണായിരുന്ന പൊരുൾ താനെന്നുറയ്ക്കുമളവ് ആനന്ദമെന്തുഹരി നാരായണായ നമ. അർക്കന്നലാതി വെളിവൊക്കെ ഗ്രഹിക്കുമൊരു കണ്ണ് കണ്ണിന്നു കണ്ണുമനം മനമാകുന്ന കണ്ണതിനു കണ്ണ് എന്ന് പറഞ്ഞാൽ വല്ലതും മനസ്സിലാവുമോ? കുറേ കണ്ണ് 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 എന്ന് പറയുന്നുണ്ട് സ്വാമി. കണ്ണ് കടിക്കാൻ തുടങ്ങി. ഈ കണ്ണെന്ന് പറയുന്നത് കാണിച്ചു തരുന്നവൻ. ഇതൊക്കെ കാണിച്ചു തരുന്നവൻ അവസാനം ചെന്നു കഴിഞ്ഞാൽ ഉള്ളിലിരിക്കുന്ന ഭഗവാൻ തന്നെയാണ്. അങ്ങനെ ഇരിക്കുന്ന ഭഗവാന്റെ സാന്നിധ്യം കൊണ്ട് ബുദ്ധിയാകുന്ന സാരഥി, മനസ്സാകുന്ന കടിഞ്ഞാൺ, ഈ അഹങ്കാരം, ഈ ശരീരം, ഇതൊക്കെ ആയിട്ട് കൊണ്ടു നടക്കുന്നൊരു ജീവിതമാണ് നമ്മുടെ ജീവിതമെങ്കിൽ എപ്പോഴും നമ്മളെ നയിച്ചുകൊണ്ടിരിക്കുന്നത് ആത്മാവിൻ്റെ രൂപത്തിൽ ഉള്ളിലിരുന്നും ബുദ്ധിയുടെ രൂപത്തിൽ മനസ്സിലിരുന്നും ഭഗവാൻ നമ്മളെ നയിക്കുന്നുണ്ട്. അപ്പം വിവേകമാകുന്ന ബുദ്ധി കൊണ്ട് മാത്രമേ ആരെയും മനസ്സിലാക്കാൻ പറ്റുള്ളൂ? ഭഗവാനെ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് ഭഗവാൻ ഗീതയിൽ പറഞ്ഞത്, വിമൂഢാനാനുപശ്യന്തി പശ്യന്തി ജ്ഞാനചക്ഷുഷ. വിവേകത്തിൻ്റെ കണ്ണുകൊണ്ട് മാത്രമേ എന്നെ മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ. അപ്പം ബുദ്ധി കൊണ്ട് നമ്മളെപ്പോഴും പറഞ്ഞുറപ്പിക്കണം, കൂടെ എപ്പോഴും ഭഗവാനുണ്ടല്ലോ. ഇതൊക്കെ ഭഗവാന്റെ നിശ്ചയമല്ലേ. അങ്ങനെ വി ഷുഡ് ടേക്ക് എവറിത്തിങ് ലൈറ്റ്ലി. അങ്ങനെ നമ്മൾ ജീവിതത്തെ കാണണം. ഒന്നും നമ്മൾ സീരിയസ് ആയിട്ട് ഉള്ളിലേറ്റാൻ പാടില്ല. നമ്മൾ ഒഴുകിക്കൊണ്ടേയിരിക്കണം, ഫ്ലോ. ഒരു അനുഭവത്തിന് നമ്മളെ പിടിച്ചു നിർത്താൻ സമ്മതിക്കരുത്. കഴിഞ്ഞുപോയ അനുഭവങ്ങളെക്കുറിച്ച് ഓർക്കാൻ ശ്രമിക്കുമ്പോഴൊക്കെ നമ്മൾ പറയണം, എന്തിനു നമ്മൾ അതിലൊക്കെ മനസ്സ് കെട്ടിക്കിടക്കണം? അതിനെ ഓർത്തുകൊണ്ട് നമ്മൾ അതിൽ കുരുങ്ങി നിൽക്കരുത്. മുന്നോട്ട് പോ. അതാണ് ഗുരുവായൂരപ്പന് പറയാനുള്ള ഒരു സന്ദേശം. ഒഴുകൂ. നിങ്ങൾ ആ ഗുരുവായൂർ അമ്പലത്തിൽ ചെന്ന് നിന്നാലല്ലോ കാവൽക്കാരെന്താ പറയുക? മുന്നോട്ട്. വീണ്ടും ആൾക്കാർ അവിടെ തന്നെ ക്യൂല് വന്ന് കൂടും. മുന്നോട്ടെന്ന് പറഞ്ഞാൽ പോകുന്നില്ല. ഭഗവാൻ പറയുന്നത് ഒഴുകൂ, മുന്നോട്ട് പോവും, ഫ്ലോ ചെയ്യൂ, നിങ്ങൾ എൻ്റെ കൂടെ മുന്നോട്ട് പോകുന്നു. അതാണ് വേണ്ടത്. ഭഗവാൻ അതാണ് സന്ദേശം തരുന്നത്, മുന്നോട്ട്. നമ്മളാണെങ്കിൽ പിന്നോട്ട് എന്നാണ്. ഭഗവാൻ പാവം എന്ത് ചെയ്യാൻ പറ്റും? നേരെ ആക്കാൻ ശ്രമിച്ചാലും നേരെയാവാഞ്ഞാൽ. ഒരാൾ ഡോക്ടറെ അടുത്ത് എന്നിട്ട് പറയണം, പല്ല് പറിക്കാൻ വേണ്ടി ഡോക്ടറെ അടുത്ത് വന്നു. ഡോക്ടറോട് വായ വിളിക്കൂ വന്നു. അപ്പോൾ ഡോക്ടറോട് ഇയാൾ പറയണം, എൻ്റെ അമ്മ പറഞ്ഞിട്ടുണ്ട് മറ്റുള്ളവരുടെ മുന്നിൽ വായ വിളിക്കുന്നത് നല്ല സ്വഭാവമല്ല എന്ന്.
പാവം ഡെൻ്റൽ ഡോക്ടർക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇക്കിളിയാക്കാൻ പറ്റുമോ? വായ തുറപ്പിക്കാൻ? വായയ്ക്ക് പല്ലിന് അസുഖം ഉണ്ടെങ്കിൽ സർവധർമാൻ പരിത്യജ്യ എന്ന് പറഞ്ഞാൽ സർവ്വപല്ലാൻ പരിത്യജ്യ, ഡോക്ടറേവ ശരണം വ്രജ. അവിടെ ഡോക്ടർക്ക് പുള്ളി വലിച്ചെടുക്കാൻ പറ്റുള്ളത്. ഇതുപോലെ നമ്മൾ ഭഗവാനിൻ്റെ കൂടെ നമ്മുടെ മനസ്സിനെ കൊണ്ടുപോകാൻ സാധിച്ചാൽ, ഭഗവാനെ ആരെപ്പോലെ ലളിതഗതി വിലാസവൽഗുഹാസ പ്രണയ നിരീക്ഷണ കൽപ്പിതോരുമാന കൃതമനുകൃതവത്യ ഉന്മദന്ത പ്രകൃതി മകൻ കില യസ്യ ഗോപവധ്വ. എത്ര ഗംഭീരം! ഓ, ഭീഷ്മ പിതാമഹൻ സ്മരിക്കുന്നത് ഗോപികമാരുടെ ഭക്തിയാണ്. ഒരു വശത്ത് ഭീഷ്മര് ഗോപികമാരെ പോലെ തന്നെയാണ്. ഗോപികമാർക്ക് ഒരു മഹത്വം ഉണ്ടായിരുന്നത്, അവരും വ്യവഹാരത്തിൻ്റെ ഓരോ ജോലികളിലൊക്കെ ഓരോ കാര്യങ്ങളിൽ നിറഞ്ഞു നിന്ന് ജീവിച്ചവരാണ്. പക്ഷെ മനസ്സ് മുഴുവൻ ആരിൽ അർപ്പിക്കപ്പെട്ടു? കൃഷ്ണനില്ല. ഇവിടെ ഭീഷ്മ പിതാമഹൻ കൗരവർക്ക് വേണ്ടി ശരീരം സമർപ്പിക്കപ്പെട്ടുവെങ്കിലും തൻ്റെ മനസ്സ് മുഴുവൻ ഭഗവാനിൽ അർപ്പിക്കപ്പെട്ടു. ഗോപികൾ തന്നെ പറയുന്നുണ്ട് ഭഗവാനെ നോക്കിക്കൊണ്ട്, ഞങ്ങൾ ഭഗവാനെ പതിസുതന്വയ ഭ്രാത ബാന്ധവാൻ അതിവിലംഘ്യതേന്ത്യച്യുതാഗത ഗതിവിധസ്തവൽ ഗീതമോഹിത കിതവയോഷിത കസ്ത്യജന്നിശി. സാധാരണ ഒരു സ്ത്രീകളും ഭർത്താവിനെ വിട്ട് മക്കളെ വിട്ട് രാത്രിയിൽ എങ്ങോട്ട് പോവാറില്ല. ഭഗവാനെ ഞങ്ങളാണെങ്കിലോ അതിവിലംഘ്യത അച്യുതാഗത, അങ്ങയിലേക്ക് ഞങ്ങളുടെ മനസ്സിനെ എത്തിച്ചിരിക്കുകയാണ്. അപ്പോൾ നോക്കൂ, ഒരു വശത്ത് വീടും ബാഹ്യമായിട്ടുള്ള എല്ലാം ഉണ്ടെങ്കിലും മനസ്സുകൊണ്ട് ആരിലേക്ക് എത്തിയിട്ടുണ്ട്? അവർ ഭഗവാനിലേക്ക്. ഇതുപോലെ പറയുകയാണ്, ആ ഗോപികമാർ നോട്ടം കൊണ്ടും നിരീക്ഷണം കൊണ്ടും അങ്ങയോടുള്ള അങ്ങേയറ്റത്തെ പ്രണയം കൊണ്ട് ഭഗവാനെ അങ്ങയിൽ അർപ്പിക്കപ്പെട്ട ആ ഗോപികമാരുടെ മനസ്സ് പോലെ, അതുപോലെ അങ്ങയുടെ മനോഹരമായ മറ്റൊരു രൂപം മുനിഗണ നൃപവര്യ സങ്കുലേന്ദ സദസി യുധിഷ്ഠിര രാജസൂയ ഏഷം അർഹണമുപവേദേ ഇക്ഷണീയോ മമ ദൃശിഗോചര ഏഷ ആവിരാത്മാ. ധർമ്മപുത്രരുടെ രാജസൂയ യാഗത്തിൽ 10,000 രാജാക്കന്മാരുടെ മുന്നിൽ സ്വർണസിംഹാസനത്തിൽ ശ്രീകൃഷ്ണ ഭഗവാനെ ഇരുത്തിയപ്പോൾ ആ ഒരു പ്രഭാവം ഭഗവാനെ എല്ലാവരുടെ മുന്നിലും വെച്ച് തേജോമയനായിരിക്കുന്ന അങ്ങയുടെ ആ രൂപം എൻ്റെ മനസ്സിലങ്ങനെ നിറഞ്ഞിരിക്കുന്നു ഭഗവാനെ. ആ സ്വർണ്ണ കിരീടവും അതുപോലെ തന്നെ അങ്ങയുടെ ശംഖുചക്ര കഥാരൂപവും ആ പീതാംബരവും വനമാലയും എൻ്റെ മനസ്സിനെ വളരെയധികം ഭഗവാനെ എന്നെ വളരെയധികം മമ ദൃശിഗോചര എനിക്കിങ്ങനെ പ്രത്യക്ഷമായി കാണാൻ സാധിക്കുന്നു. ഇനി ഭഗവാനെ വിട പറയുകയാണ്. എൻ്റെ ശരീരം ഞാൻ ഉപേക്ഷിക്കാൻ പോവുകയാണ്. എൻ്റെ മനസ്സിനെ ഞാൻ ആത്മാവായിരിക്കുന്ന അങ്ങയിൽ ഉറപ്പിക്കട്ടെ. തമിമഹം അജം ശരീരപാജം ഹൃദി ഹൃദി ദിഷ്ഠിതം ആത്മകൽപിതാനം പ്രതിദിശമിവ നൈകതാർക്കമേകം സമധിഗതോസ്മി വിദൂത ഭേദമോഹം. എല്ലാ ഭേദബുദ്ധികളും വിട്ടുകൊണ്ട് അങ്ങും ഞാനും വേറെയല്ല, അങ്ങ് എൻ്റെ കൂടെ തന്നെയാണ്, ഞാൻ അങ്ങയുടെ കൂടെ തന്നെയാണ് എന്ന അനന്യബോധം ഉള്ളിൽ ഉറപ്പിച്ചുകൊണ്ട് നല്ല ബോധത്തോടു കൂടിയിട്ട് ഹൃദിധിഷ്ഠിതം, ഈ ഹൃദയത്തിൽ അങ്ങയുടെ ആ തത്വം എൻ്റെ ഹൃദയത്തിൽ നല്ലവണ്ണം കണ്ടുകൊണ്ട് അങ്ങയുടെ രൂപത്തിൽ നിന്നും എൻ്റെ മനസ്സിനെ ഞാൻ ആ തത്വത്തിലേക്ക് ഉറപ്പിച്ചുകൊണ്ട് ആത്മകൽപിതാനം, ആത്മകൽപിതമായ രൂപത്തിൽ നിന്നും മനസ്സിനെ ആത്മബോധത്തിലേക്ക് കൊണ്ടുവന്ന് ഭഗവാനെ സമധിഗതോസ്മി, എൻ്റെ മനസ്സിനെ ഞാൻ ഉറപ്പിക്കുകയാണ്. അങ്ങനെ പറഞ്ഞ് ഭഗവാനെ മനസ്സുകൊണ്ട് നമസ്കരിച്ചു. ഇനി ഉത്തരായണ സമയം വന്നു. അദ്ദേഹം ശരീരം ഉപേക്ഷിക്കുന്നു. കൃഷ്ണയേവം ഭഗവതി മനോവാ ദൃഷ്ടിവൃത്തിഭി ആത്മനി ആത്മാനമാവേശ്യ സോ അന്തശ്വാസം ഭാരമൽ. അവസാനത്തെ ശ്വാസത്തെ ഉപരമിപ്പിച്ചു. മനസ്സിനെ എവിടെ വെച്ചു? ആത്മനി ആത്മാനം ആവേശ്യ. ആത്മനി ഞാൻ പറഞ്ഞു, 2 ആത്മാവ് വന്നാൽ ഒരാത്മാവിനർത്ഥം മനസ്സെന്ന് അർത്ഥമെടുക്കണം. ഒരു ആത്മാവ് മനസ്സും മറ്റൊരു ആത്മാവ് ചൈതന്യവും. അപ്പം മനസ്സാകുന്ന ആത്മാവിനെ ചൈതന്യമാകുന്ന ആത്മാവിൽ ആവേശ്യ, ആവേശ്യ എന്ന് പറഞ്ഞാൽ ആവേശിപ്പിച്ച് പ്രവേശിപ്പിച്ച് മറ്റെല്ലാ ചിന്തകളും വിട്ട് സോ അന്തശ്വാസം, അദ്ദേഹം അവസാനത്തെ ശ്വാസത്തെ ഉപരമിപ്പിച്ചു. അങ്ങനെ ആ ഭീഷ്മം ബ്രഹ്മണി നിഷ്കളേ